ബാക്ക് പോലെ പെട്ടതാണ്. പ്രിയാമ്മ സൂപ്പ് കഴിച്ചിട്ടുണ്ട്. സുമ എങ്ങനെയുണ്ട് പ്രിയാമ്മ? ഗസ്, അപ്പോൾ ഞങ്ങൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് നാളായി. കാരണം കുഞ്ഞൻ്റെ ഡെലിവറിയും കുഞ്ഞൻ പ്രിയാമ്മ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അല്ല കുഞ്ഞാ, ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറടാ. അപ്പോൾ കുഞ്ഞന് ഇപ്പോൾ എത്ര 5 മാസമായി. അപ്പോൾ ഇവനിവിടെ ഉണ്ട്, ഇപ്പോൾ അബുദാബിയിലുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് വരും. കുഞ്ഞൻ്റെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടിപൊളി വീഡിയോസൊക്കെ വരും. ചിരിക്കടാ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഒന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനുള്ളൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ സംഭവം നല്ല ചൂടൊക്കെയാണ് ഇവിടെ. അപ്പോൾ അത് കാരണം പകലൊന്നും പുറത്ത് പോകാൻ പറ്റാത്ത ഒരു നിവൃത്തിയില്ല. അത്ര ചൂടാണ്. എത്രയാ 45 ഒക്കെ വന്നു, 50 ഒക്കെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ഇപ്പോൾ കുറച്ച് രാത്രിയാകുമ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഔട്ടിംഗ് ആണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. കുഞ്ഞാ, എല്ലാവർക്കും ഒരു സ്വാഗതം പറഞ്ഞേ. ഹായ്, വെൽക്കം ടു ഓട്ടോക്സ് ആൻഡ് ട്രിപ്സ്. കുഞ്ഞാ, നീ പുറകിലിരുന്നാൽ മതിട്ടാ. കുഞ്ഞാ, നീ പുറകിലിരുന്നാൽ മതിയേ, അല്ലെങ്കിൽ നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോവും. അതുകൊണ്ട് നീ പുറകിലിരുന്നാൽ മതിട്ട് അമ്മയുടെ കൂടെ. അപ്പം ഞങ്ങൾ സെറ്റായിട്ടിരിക്കുകയാണ്. കുഞ്ഞിന് അവിടെ അറ്റത്തിരിക്കുന്നുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു റൂളാണ്, അത് കുട്ടികളെ ബാക്കിൽ ഇരുത്താൻ പാടുള്ളൂ. അപ്പോൾ പ്രിയാമ്മ കുട്ടീനെയും നമ്മുടെ ഹാദിനെയും പിടിച്ചിട്ട് പുറകിലിരിക്കുന്നുണ്ട്. ഹാദി എന്നല്ല അവൻ്റെ ഫുൾ നെയിം. വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ പറയാം ഫുൾ നെയിം എന്താന്ന്. അപ്പോൾ കുട്ടിയുടെ നമ്മുടെ വാവയുടെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു യാത്രയാണിത്, ചെറിയൊരു ഔട്ടിംഗ് ആണ്, ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരെണ്ണം. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ എടുത്തിട്ട്, അതുകൊണ്ട് എനിക്ക് ചെറിയൊരു തപ്പലുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് പോവാം. കുഞ്ഞാ, പോവാം. ഹലോ, ഇവിടെ ആൾക്ക് ഫോൺ ഭയങ്കര ഇഷ്ടാട്ടാ. ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കില്ല, മാക്സിമം ഞങ്ങൾ കൊടുക്കാണ്ടിരിക്കാൻ നോക്കും അവന്. പക്ഷേ ഫോൺ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ അതുമിട്ട് തോണ്ടലും തട്ടലും പിടിക്കലൊക്കെയാണ്. അപ്പോൾ നമ്മൾ പല വീഡിയോസിലൊക്കെ കാണാറുണ്ട് കുട്ടികൾക്കൊന്നും ഫോൺ കൊടുക്കരുത്. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം കൊടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി എത്രത്തോളം അത് വർക്കൗട്ട് ആണെന്നുള്ളത് വരും സമയങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് പോവാം. ബാക്ക് പോലെ പെട്ടതാണ്. ഹലോ, ഇതെവിടെ ഇരിക്കണേ? റെസ്റ്റോറന്റ് വന്നേക്കാ? പാപ്പി തിന്നാൻ വന്നേക്കാ? ഇവിടെയൊക്കെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇതെങ്ങനെ നഖം വെച്ച് മാന്തിയോ നീ? ഉടുപ്പനല്ലോ. ഉറങ്ങായിരുന്നോ? കുഞ്ഞിനെ ഉറങ്ങായിരുന്നു ഗൈസ്. അത് കാരണം കുഞ്ഞിന് ചെറിയൊരു മൂടില്ല. പ്രിയമ്മ എന്താ ഫുഡ് പറയണേ ഗൈസ്? കുഞ്ഞിനുണ്ടോ നോക്കി. ഗൈസ്, ഞങ്ങളിവിടെ ഒരു മൂലയ്ക്ക് പെട്ടു. കണ്ട, അവിടെ ഒന്നും സ്പേസ് ഇല്ല, വേറെ സ്ഥലങ്ങളൊന്നും സ്പേസ് ഇല്ല. കാരണം ഇവിടെ ഇരിക്കാൻ ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ എന്താ പറയുക, ഫുഡൊന്നും ഓർഡർ ചെയ്യാണ്ടിരിക്കുക, വേറെ സ്ഥലം കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. കുഞ്ഞിനെ പാപ്പി വേണോ? ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ സീറ്റ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം കിട്ടുമെന്ന്. ഇവിടെ ഒരു മൂലയ്ക്കാണ് കേസ്, ഒരു സുഖമില്ലായിരിക്കാൻ. എപ്പോഴും ആൾക്കാരൊക്കെ പാസ് ചെയ്തിട്ട്. പ്രേമ എന്താ കഴിക്കാവുന്നത്? പറ, എന്റെ ഗ്ലാമർ ഡെയിലി കാണാൻ. ഏതാ സിംഗർ ബർഗർ ചൂസ് ചെയ്താ? കേസിലൂടെ ഒരാൾ ഭയങ്കരമായിട്ട് മെനു തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബർഗറാണ് പറയേണ്ടത്, പക്ഷെ ആൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കുഞ്ഞിനെ ഏതാ വേണ്ടേ? ഇത് മതിയോ? ഇങ്ങോട്ട് നോക്ക്. ഇത് മതിയോ? ചിക്കൻ മതിയോ? ഇത് മതിയോ? കുഞ്ഞന്മാരാണ് ചൂസ് ചെയ്യാം. ഇത് മതിയോ? ഏതാ വേണ്ടേ? ചിക്കൻ വേണോ? ഇത് വേണോ? കുഞ്ഞൊന്നും വേണ്ട കേസ്, കുഞ്ഞിനെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സാധനം ചൂസ് ചെയ്യാം. നമ്മൾ അപ്പോൾ ഒരു ഗ്രില്ല് ഹാഫ് പറയാം, പിന്നെ ഒരു ബർഗർ അല്ലേ. കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്.
അപ്പോൾ ഞങ്ങൾ വളരെ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. കുഞ്ഞിനെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വേണം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ ടിഷ്യൂ പേപ്പറിന് ബോക്സ് എടുത്ത് കൊടുക്കും. ആശാൻ ഇങ്ങനെ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. തേൻ വരുന്നുണ്ടോ? തേൻ ഉണ്ടെങ്കിൽ നമുക്ക് ടിഷ്യൂ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടി കൊടുത്താൽ മതി. ഇത്ര ഉള്ള പരിപാടി നൈസായിട്ട് എല്ലാം ഓക്കെ ഉണ്ട്. കുഞ്ഞ് സൂപ്പ് വേണോ? നല്ല ചൂടാ വേണോ? നല്ല ചൂടാ കഴിക്കോ നീ? പ്രിയാമ്മ സൂപ്പ് കഴിച്ചിട്ടുണ്ട്. സുമ അതിനെടുപ്പ് പ്രിയാമ്മ നല്ലതാണോ? നല്ലതാണ്. പൊക്കി അടിച്ചോ. സൂപ്പ് ഇവിടെ എല്ലാവർക്കും കോമൺ ആയിട്ട് കൊടുക്കണം കേട്ടോ കേസ്. അത് ഞങ്ങൾ ഒരു സ്പെഷ്യൽ പറഞ്ഞതൊന്നുമല്ല. അപ്പോൾ കൊള്ളാം എന്തായാലും. പിന്നെ അതേ ഇവിടെ നമുക്ക് ക്യാരറ്റ് വായന്ന് എടുത്തപ്പോഴേക്കും ദേഷ്യം വന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ വായലിരിക്കണം സാധനം. പിടിച്ചോ പിടിച്ചോ പിടിച്ചു വെച്ചോ പിടിച്ചു വെച്ചോ പിടിച്ചു വെച്ചോ കഴിച്ചോ 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 വായിൽ വെച്ചോ. സാധനം ഇറങ്ങി പോകുന്ന എനിക്കൊരു പേടിയുണ്ട്. ക്യാരറ്റ് കഴിഞ്ഞാൽ കൈ കയ്യിൽ പിടിച്ചോ. ഞാൻ വായിൽ വെച്ചോ. ഗുഡ് ബൈ ഗുഡ് ബൈ. നോക്കിയില്ലെങ്കിൽ അപ്പം അങ്ങനെ നമ്മൾ വായിക്കിടും. അങ്ങനെ പ്രശ്നം ഉണ്ടാവും. അപ്പം ഞങ്ങളുടെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇതെന്താണ് പ്രിയമേ? ഗ്രില്ല് ചിക്കൻ വിത്ത് ഫ്രൈഡ് റൈസ് അല്ലേ? ഞങ്ങൾ ചെറിയൊരു മാറ്റം വരുത്തി. ആദ്യം ഗ്രില്ല് ചിക്കൻ ഹാഫ് ഗ്രില്ല് ചിക്കൻ മാത്രമേ പറഞ്ഞത്. അപ്പോൾ ഗ്രിൽ ചിക്കൻ വിത്ത് ഫ്രൈഡ് റൈസ് ആക്കി. പിന്നെ അത് ഇവിടെ സിംഗർ ബർഗർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ മയണൈസ് ഉണ്ട്, സോസ് മയണൈസ്, പിന്നെ ആയിരുന്നു സോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കഴിച്ചോട്ടെ പ്രിയമേ? കഴിക്കാം. കുഞ്ഞനത് അവിടെ താഴെ ഒതുക്കിയിരുത്തി അവനെ ക്യാരറ്റ് വായിൽ വെച്ച് കൊടുത്ത്. പ്രിയമ വാങ്ങി അവിടെ കടുക്കോ കടുക്ക വാങ്ങിയ എങ്ങടാ? ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ച് വേഗം ഇറങ്ങി. കാരണം കുഞ്ഞന് അവിടെ കിടന്ന് കരച്ചിലും ബഹളവും. അപ്പോൾ ഞങ്ങൾ പാഴ്സലെടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അല്ലേ കുഞ്ഞ? കരഞ്ഞ നീ അവിടെ കിടന്ന്? അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. നേരെ 37 ദിർഹംസ് ആയത്. അതായത് ഏകദേശം എത്ര വരും പ്രിയമേ? ഒരു 800 രൂപയുടെ അടുത്ത് വരും. അതായത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞൻ ചെറിയ അലമ്പായി. അപ്പം ഞങ്ങൾ ബർഗർ മാത്രം കഴിച്ചിട്ട് മറ്റേത് പാഴ്സൽ വാങ്ങിയത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് വീട്ടിൽ പോയിട്ട് കഴിക്കണം. കുഞ്ഞൻ ചെറുതായിട്ടൊന്ന് കരഞ്ഞു തുടങ്ങി. ഇത് അവിടെ ഇരിക്കേണ്ട ആശാൻ ഇപ്പോൾ ഓക്കെയാണ്, നോർമലാണ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കൂടുതൽ വാശി പിടിച്ച് പിന്നെ കരച്ചിൽ നിർത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പിന്നെ ബാക്കി കഴിക്കാമെന്ന് കരുതി. വിശപ്പ് മാറിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പോൾ അവിടുത്തെ ബില്ല് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബർഗറിനും ഒരു സിംഗർ ബർഗറിനും ഒരു ഫ്രൈഡ് റൈസ് വിത്ത് ഹാഫ് ഗ്രില്ലിനും കൂടിയിട്ട് 37 ദിർഹംസ്. അതായത് നാട്ടിലൊരു 800-850 രൂപയുടെ അടുത്ത് വരും. ഞാനൊരു കണക്കറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവിടുത്തെ ഒരു റേറ്റും നാട്ടിൽ നമുക്ക് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങൾക്ക്. എനിക്കറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. പ്രിയാമ്മ ബൈ പറയും. ബൈ ബൈ. ഞാൻ ബൈ പറ. ബൈ.